വാട്ട് എവർ ദ ഫിലിം, മേ ബി ഇറ്റ്സ് മെട്രിക്സ് ഓർ സാധാരണ ഇവിടുത്തെ ഒരു കുടുംബചിത്രം, അതിന്റെ കോറിൽ ഒരു ബാറ്റിൽ ഓഫ് ഇമോഷൻസ് ആണ്. അത് ഇറ്റ് കാൺ ബി റീപ്ലേസ് ബൈ. പ്രമേഹത്തിലെ എണ്ണപ്പാട്ടയിൽ ഉറച്ചുണ്ടാക്കിയ സൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം എനിക്ക് കേട്ട് വളർന്ന സാഹചര്യത്തിൽ നിന്നായിരിക്കില്ലേ പഠിച്ചിട്ടാണല്ലോ നമുക്കൊരു സാധനം തരുന്നത്. 2024 കേരളത്തിൽ പുറത്തേറ്റവും ചർച്ചയായ 2 മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് ജിത്തുമാധവനും ചിദംബരമാണ് അടുത്ത പടം ഒന്നിച്ച് ചെയ്യുന്നത്. ഒരാൾ റൈറ്ററായും ഒരാൾ ഫിലിം മേക്കറായി എന്നുള്ളത്. ജിത്തുവിന്റെ ഒരു കഥ ഉണ്ടെന്ന് നമ്മളെ സജിൻ ഗോപു പറയുന്നത്. സജിന്റെ ഞാൻ ജിത്തുവിനെ കണ്ടു, കഥ കേട്ടു, പിറ്റേ ദിവസം തന്നെ പ്രോജക്റ്റ് ഓണായി. ഹൊററാണ്, രാഹുലേട്ടൻ ഹൊററേ ചെയ്യുള്ളൂ. അപ്പൊ ഹൊറർ പടമാണ്. ഭാവിയിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ എന്റെ ഒരു അസംഷൻ, there will be a segment of cheap AI-made films and very expensive hand-made films. ഹ്യൂമൻ വന്ന് വായിക്കുമ്പോൾ ഉള്ള വ്യത്യാസം ഭയങ്കര വലുതാണ്. ഒരു ഇംപ്രവൈസ്ഡ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സൂക്ഷ്മദർശിന്റെ ടൈമിൽ ഓർക്കസ്ട്രൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ബുദാപെസ്റ്റിൽ പോയി റെക്കോർഡ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ ജീവൻ കിട്ടാൻ വേണ്ടിയാണ്. കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമയിൽ കമൽ സാർ 5 ദിവസം 5-3 ദിവസം അഭിനയിച്ചുള്ളൂ. ബട്ട് ഈസ് ത്രൂ ഔട്ട് ദ വില്ലൻ ഓഫ് ദ ഫിലിം. സോ ഹി ഈസ് ഡിജിറ്റലി ലൈസൻസിങ് ഹിംസെൽഫ്. സോ പുള്ളിക്കാരൻ തന്നെ ഫുൾ ബോഡി സ്കാൻ ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് നേരത്തെ തന്നെ അത് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഡിജിറ്റലി ഇപ്പൊ രജനി സാറിന് ഇപ്പൊ പോയിട്ട് ഒരു വലിയ ഫൈറ്റ് സീൻ അത് ചെയ്യണമെന്നില്ല, ഒരു പരസ്യത്തിൽ അഭിനയിക്കണത് അത് സാറിന് ലൈസൻസ് ചെയ്താൽ മതി. ചിദംബരമുണ്ട്, ജാനമൻ മഞ്ഞുമ്മലിന് ശേഷം ചിദംബരം പുതിയ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഇടയാണ് വന്നിരിക്കുന്നത്. ക്രിസ്റ്റോ ഉണ്ട്, ഭ്രമയുഗത്തിന് ശേഷമുള്ള ക്രിസ്റ്റോയുടെ ഒരു മെഗാ പ്രൊജക്റ്റ് പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ തയ്യാറെടുക്കുന്നതിൻ്റെ പ്രീ വർക്കിനിടയിലാണ് ക്രിസ്റ്റോവും വരുന്നത്. അപ്പോൾ എയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് അതൊരു എവല്യൂഷൻ ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു സിനിമയുടെ ഒരു, നമുക്കെല്ലാം അറിയാം, ഒരു ഓഡിയോ വിഷ്വൽ മീഡിയമാണ്. അപ്പോൾ ഒരു ഓഡിയോ വിഷ്വൽ മീഡിയത്തിൽ, ഒരു ദൃശ്യ സാങ്കേതിക മാധ്യമത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന സാങ്കേതിക വിദ്യയൊക്കെ എനേബിൾഡ് ആവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര ക്രിയേറ്റിവിറ്റി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിധത്തിലൊരു കോൺവെർസേഷൻ പല ഘട്ടത്തിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഷെയറിങ് മോഡലായിരിക്കും ഉറപ്പായും ഈ പറയുന്ന ഒരു ഓഡിയൻസ് സൈഡിലുള്ള ഫീഡ്ബാക്കും ഇൻപുട്ടൊക്കെ വരാവുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളും പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിദംബരത്തോട് ആദ്യം ചോദിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറൊക്കെ വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷിനെ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടേട്ടൻ്റെ ഒരു വെളിപ്പുറത്ത് എന്നൊരു കൈയുണ്ടല്ലോ, ഒരു കയ്യകലത്തിൽ കുട്ടേട്ടനുണ്ട്. നമുക്കെല്ലാം അറിയാം അതിൻ്റെ നിങ്ങളുടെ ഏറ്റവും വലിയ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റായിരുന്നു, അജയേട്ടൻ ചെയ്ത സെറ്റായിരുന്നു. പിന്നെ അതിൽ VFX പാട്ടുണ്ട്, ലെഗ് വെയിറ്റ് അടക്കം കൊളാബറേറ്റ് ചെയ്ത് VFX പാട്ടുണ്ട്. എയുടെ ഒരു ഗ്രോയിങ് പീരീഡാണ്. ഇന്നാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ആലോചന ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ കൂടുതൽ സൗകര്യപൂർവ്വമായിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. കാരണം പുതിയ പടത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സൗകര്യപ്രദവും സഹായകവും ആവുന്നു എന്ന് കരുതുന്നൊരു കാര്യമുണ്ടാവും. AI ഞാൻ മഞ്ഞുമൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് AI നമുക്ക് ഇത്രയും പൊതുജന ഇടയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഇന്ത്യൻ ഫിലിം പ്രൊഡക്ഷനിലേക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ സൗത്തിലും AI VFXൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ജനറേറ്റീവ് AI ഉണ്ടായിരുന്നു, ലൈക്ക് ടു ക്രിയേറ്റ് ലൈക്ക് ഒരു സെറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനോ അങ്ങനെ ഒരു ജനറേറ്റീവ് AI ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് ടു ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഗൂഗിളിൻ്റെ AI പ്ലാറ്റ്ഫോംസ് പോലെ അങ്ങനത്തെ ഒരു വീഡിയോ ജനറേഷനുള്ള ഒരു കേപ്പബിലിറ്റീസ് അന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ മഞ്ഞുമൽ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് അത് VFX ടീമാണ് അതിനെ കുറച്ച് എന്തായാലും അസറ്റ്സ് എന്തായാലും യൂസ് ചെയ്യും. കാരണം നമ്മൾ ലോട്ട് ഓഫ് മോഡ്യൂൾസ് അതുപോലെ അതിന് വെറുതെ ഒരു ഹ്യൂമൻ അവർ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ തീർച്ചയായും AI ടൂൾസിലെ കൂടെ നമ്മൾ എന്തായാലും ജനറേറ്റ് ചെയ്യും. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ആഡ്സിന് പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡിന് പിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് ആ ഒരു പിച്ച് ഡെക്ക് വൃത്തിയാക്കി അത് അതിനോട് ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ ഇരുന്നത് ഉണ്ടാക്കണം. ലൈക്ക് പെട്ടെന്ന് അവർ ഒരു നോട്ട് കണ്ടിട്ട് ചിലപ്പോൾ അത് റിജക്ട് ചെയ്യാനുള്ള ഒരു പേപ്പർ, അപ്പം അതിനൊരു ഹ്യൂമൻ അവർ അത്രയും വേസ്റ്റ് ചെയ്യണോ? അല്ലെങ്കിൽ യു ക്യാൻ പുട്ട് ആൻ AI ഫോർ വർക്ക് ആൻഡ് ലൈക്ക് മേക്ക് ദാറ്റ് ഡോക്കറ്റ് ഓർ വാട്ട് എവർ ദാറ്റ് പ്രസന്റേഷൻ, അങ്ങനെ രീതിയിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ക്രിസ്റ്റോ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സംഭാഷണം തുടങ്ങുന്ന ഇങ്ങോട്ടുള്ള നടപ്പ് വഴിയിൽ തന്നെ ചോദിച്ചൊരു കാര്യമാണ്. ഇപ്പം ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ഇത് ഹ്യൂമൻ ജനറേറ്റഡ് മ്യൂസിക് ആണോ, ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഇതിലൊരു മെഷീൻ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള തലത്തിൽ പോലും പലപ്പോഴും ഡിസ്കഷൻ വരാറുണ്ട്. ഉറപ്പായിട്ടും ഇതിനൊരു കമ്പാനിയനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈന് ക്രിയേറ്റീവ് സപ്പോർട്ടിലൊക്കെ നല്ല തോതിൽ മ്യൂസിക് അല്ലെങ്കിൽ മറ്റ്
VFX പാട്ടിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റോ ഒരു പുതിയ പാട്ടിലേക്ക് എത്തുമ്പോൾ ഒക്കെ BG അടക്കമുള്ള ഒരു കോമ്പോസിഷനിൽ എത്തുമ്പോൾ ഒരു സിനിമയുടെ ഒരു ടോട്ടൽ ഇമോഷൻ ക്യാരി ആവുന്ന രീതിയിലേക്കുള്ള ഒരു സൗണ്ട് സ്കേപ്പ്, മ്യൂസിക് സ്കേപ്പ് ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഇത്തരം ഒരു AI ഡ്രിവൺ ആയിട്ടുള്ള സപ്പോർട്ട് ആലോചനയിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ്? ഞാൻ ആക്ച്വലി പുതിയത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ മ്യൂസിക്കിൽ എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ AI എന്താണ് ഇപ്പം നടക്കുന്നത് ഞാൻ ChatGPT-നോട് അത് ചോദിച്ചു. അപ്പോൾ സുനോ എന്ന ആപ്പിനെ പറ്റി പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ സുനോ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എനിക്കൊരു പാട്ടാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത്. എനിക്കൊരു പാട്ടിൻ്റെ ആവശ്യമില്ല. ആസ് എ ക്രിയേറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇവിടെ മ്യൂസിക് ഡയറക്ടറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പാട്ടിന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ടൂളായിട്ട് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചിലപ്പോൾ അത് ട്രൈ ചെയ്യും. അറ്റ് ദി എൻഡ് എനിക്കൊരു ഡ്രം ടോൺ, ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രം ടോണിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഡ്രം ടോൺ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് യൂസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഉള്ള സുനോ എനിക്ക് യൂസ്ഫുൾ അല്ല. ഒരു പാട്ടാണ്, എനിക്ക് പാട്ടിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു അതിനെങ്ങനെ എൻ്റെ ക്രിയേറ്റിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യും. ഇതൊരു കാര്യമുള്ളത്, ഇപ്പം ജാനേമനിൽ നിന്ന് സ്കെയിലിംഗ് ഉള്ളൊരു പടമായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് വരുന്നത്. മഞ്ഞുമൽ ബോയ്സ് അറിയാം, അത് ഒരു എല്ലാ അർത്ഥത്തിലും ഒരു നോൺ സ്റ്റാർ ഫിലിമാണ്. അതിൻ്റെ ഒരു കോണ്ടന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതിൻ്റെ ഒരു വലിയ വിഷ്വൽ ഡിസൈൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന എല്ലാ അർത്ഥത്തിലും ഓർഗാനിക്കായി പറയാവുന്ന സിനിമയായിട്ട് അതിനെ മാറ്റിയതിന് പിന്നിൽ അതിൻ്റെ കോർ ഇമോഷൻസ് ഉണ്ട്, എന്നാൽ അതുള്ളൊരു വലിയ വിഷ്വൽ ഡിസൈൻ ഉണ്ട്. ഈ പുതിയൊരു ആലോചനയിലേക്ക് എത്തുന്ന സമയത്ത് ഹ്യൂമൻ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ, അത് റൈറ്റിംഗ് പാർട്ടിലോ അങ്ങനെ ഏതെങ്കിലും എവിടെയൊക്കെ ഇതൊരു കമ്പാനിയനും റീപ്ലേസ്മെൻറ്റും ആവുമെന്നാണ് കരുതുന്നത്? കാരണം ഇതിൻ്റെ പലതരത്തിലുള്ള ഡിസ്കഷൻ, ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കഷൻ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ജെയിംസ് കാമറൂണിൻ്റെ പോഡ്കാസ്റ്റ്. ജെയിംസ് കാമറൂണിൻ്റെ പോഡ്കാസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ ഒഴിവാക്കി, അല്ലെങ്കിൽ കുറേ കോസ്റ്റ്, ഈ പറയുന്ന ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് കോസ്റ്റ് മാനേജ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻ ചിലപ്പോൾ അതിനുശേഷം വന്നിരുന്നു. പക്ഷെ അതിൽ പുള്ളി പ്രധാനമായിട്ട് പറഞ്ഞത് ഈ പറയുന്ന കുറേയും കൂടി ക്ലാരിറ്റി കിട്ടും, എവിടെ VFX പാർട്ട് ചെയ്യണം അല്ലെങ്കിൽ കോസ്റ്റ് എവിടെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കിട്ടും. പിന്നെ ഒരു സ്വന്തം സ്റ്റൈൽ മിമിക്കുകയോ ഇമിറ്റേറ്റ് ചെയ്യോ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ അതുവരെ അഡാപ്റ്റ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഒരു സ്റ്റൈല്, ബോഡി ഓഫ് വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, റൈറ്റിംഗ് പാർട്ടിലോ ക്രിയേറ്റർ പാർട്ടിലോ ചെയ്യാം. അപ്പോൾ പുള്ളി അതിൽ സ്റ്റാൻലി കുബ്രിക്കിൻ്റെയും റിഡ്ലി സ്കോട്ടിൻ്റെ ഒക്കെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പം ചിതുവിനെ സംബന്ധിച്ച് ചിതുവിൻ്റെ ഒരു ബോഡി ഓഫ് വർക്ക് ഉണ്ട് ഒരു സിനിമയുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം നമുക്ക് സഹായകമാവുന്ന, അപ്പോൾ കുറെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന എന്തൊക്കെയാണ് ഇതിലൊരു പോസിബിലിറ്റി ആയി കാണുന്നത് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ? നിങ്ങൾ പറഞ്ഞ പോലെ ഒരിക്കലും അതൊരു റീപ്ലേസ്മെന്റ് ആവില്ല, ക്യാൻ ബി എ കമ്പാനിയൻ. കാരണം ബിക്കോസ് ഫിലിം ഈസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് മൂവീസ് ഓൺലി. ഫിലിം, വാട്ട് എവർ ദ ഫിലിം, എൻ്റെ സെറ്റിംഗ് എന്തോ ആയിക്കോട്ടെ, ഇറ്റ്സ് ഇൻ ദ കോർ ഇറ്റ് ഈസ് ദ ബാറ്റിൽ ഓഫ് ഇമോഷൻസ് ആൻഡ് മൈൻഡ്സ്. വാട്ട് എവർ ദ ഫിലിം, മേ ബി ഇറ്റ്സ് മെട്രിക്സ് ഓർ സാധാരണ ഇവിടുത്തെ ഒരു കുടുംബചിത്രമായാലും ഇൻ ദ എൻഡ് അതിൻ്റെ കോറിലൊരു ബാറ്റിൽ ഓഫ് ഇമോഷൻസ് ആണ്. അത് ഇറ്റ് കാൺ ബി റീപ്ലേസ് ബൈ, ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ബൈ എ ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ഹ്യൂമൻ. ആ ഒരു ചിപ്പ് ഇൻ ദ ആമർ, ലൈക്ക് അങ്ങനെ ഒരു ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേ അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ, അത് ആ കഥ കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ലൈഫ്ലെസ്നെസ് ഫീൽ ചെയ്യും. ബിക്കോസ് ഐ ഹവ് ട്രൈഡ് ലൈക്ക് കുറേ കഥ ഞാൻ ബൗൺസ് ചെയ്ത് ChatGPT പോലെ വാട്ട് എവർ ദ റൈറ്റിംഗ് AIs, ലൈക്ക് ഇങ്ങനെ ഒരു ഇപ്പം ആഡ്സിന് വർക്കാവും. അപ്പോൾ ഒരു 3 ജയ്പൂർ സിൽക്കിന് വേണ്ടിയിട്ട് ഒരു 3 മോഡൽസിനെ വെച്ചിട്ട് ഒരു സാധനം താന്ന് പറഞ്ഞാൽ അത് തരും. പക്ഷെ ഓപ്ഷൻസ് തരും. അപ്പം ദെൻ വി ഹാവ് ടു ഗീവ് ആൻ പ്രോംപ്റ്റ്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അല്ല, ഒരിക്കലും അത് റീപ്ലേസ്മെന്റ് ആവില്ല. കാരണം ഒരു ഫോർ എക്സാമ്പിൾ ഒരു മനസ്സിൽ തട്ടുന്ന ഒരു ഇമോഷണൽ കോറിൽ ഭയങ്കര ഇമോഷണൽ ഒരു ഫിലിം ഉണ്ടാക്കണമെങ്കിൽ അത് ഹ്യൂമൻ ഹാൻഡ് ഷുഡ് ബി ദെയർ. പിന്നെ ബാക്കി നമുക്ക് ഇത് ഫോർ എക്സാമ്പിൾ ഈ CGയുടെ ഇത് കുറയ്ക്കാം, ലൈക്ക് എത്രത്തോളം ചെയ്യണം, നമുക്ക് അങ്ങനെയുള്ള കുറേ കോസ്റ്റ് കട്ടിങ് വരും. അപ്പം ഈ കോസ്റ്റ് കട്ടിങ് നമുക്ക്, അപ്പം ഫോർ എക്സാമ്പിൾ ഈ സ്റ്റുഡിയോന്റെ കയ്യിൽ ഒരു ലാർജ് AI മോഡൽ ഒരു സ്റ്റുഡിയോക്ക് ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 2 കോടി 3 കോടി ഒരു AI മോഡൽ ഒരു സ്റ്റുഡിയോ പറ്റും. അപ്പോൾ അവർക്ക് ഒരു ജെയിംസ് കാമറൂണ് 100 കോടി കൊടുത്ത് ചെയ്യുന്ന പടം അവർക്ക് 10 കോടി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാകുകയില്ല. അപ്പം ഭാവിയിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ എൻ്റെ ഒരു അസംഷനിൽ ദർ വിൽ ബി a segment of cheap AI made films and very expensive handmade films. So that is, I think that will be in the future. ഞാൻ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളൊരു വയലിൻ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചോ, ഇപ്പം ഞാൻ VSTC യൂസ് ചെയ്താണ് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു വയലിൻ മെലഡി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ ഇത് വെച്ചിട്ട് എൻ്റെ കീബോർഡിൽ വായിച്ചിട്ട് അത് എന്താണോ എനിക്ക് വായിക്കാനുള്ള മെലഡി ഞാനത് ഡിസൈൻ ചെയ്തിട്ട് വയലിനിസ്റ്റിനെ വിളിക്കുന്നു. പിന്നെ അതിൻ്റെ ഇമോഷൻ അറ്റ് ദി എൻഡ് ഒരു ഹ്യൂമൻ
വന്ന് വായിക്കുമ്പോൾ ഉള്ള വ്യത്യാസം ഭയങ്കര വലുതാണ്. ഒരു ഇംപ്രവൈസ്ഡ് എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സൂക്ഷ്മദർശിന്റെ ടൈമിൽ ഓർക്കസ്ട്രൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ബുദാപെസ്റ്റിൽ പോയി റെക്കോർഡ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവൻ കിട്ടാൻ വേണ്ടിയാണ്. VST നമുക്ക് എല്ലാം കിട്ടും. ഇത്രയും ഒരുപാട് ലെയേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല ഡിഫറെന്റ് ടോൺസ് ഉള്ള വയലിൻസ് യൂസ് ചെയ്തിട്ട് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സൗണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അറ്റ് ദി എൻഡ് അതിന്റെ ഒരു ജീവൻ കിട്ടണമെങ്കിൽ മനുഷ്യർ തന്നെ വായിച്ചാൽ ഇത് വരുള്ളൂ എന്നാണ് ഞാൻ ആ ഒരു ഈവൻ AI ഒരു എന്തെങ്കിലും ഒരു ടൂളായിട്ട് യൂസ് ചെയ്താലും അറ്റ് ദി എൻഡ് അതിൻ്റെ അകത്ത് മനുഷ്യന്റെ കൈയും കൂടി വേണം. അല്ല അപ്പോഴും ഈ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചില സ്ഥലത്ത് ഒരു ബ്ലോക്ക് മറികടക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാനതിലിപ്പം മ്യൂസിക്കിന്റെ പാർട്ട് പറയുമ്പം ക്രിസ്റ്റോ ഏറ്റവും ഉറപ്പായും പാട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല, എന്നാൽ പോലും BGയുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സിനിമയുടെ ഒരു ടോട്ടൽ ഫീൽ അവിടെ വേണം. ആ ഒരു ടോട്ടൽ ഇമോഷൻസ് മൂഡും ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് അതൊക്കെ ഏതെങ്കിലും ഇല്ല തരത്തിലുള്ള മനുഷ്യടാ, ഇപ്പോ ബ്രഹ്മയുഗത്തിലെ എണ്ണപ്പാട്ടയിൽ ഉറച്ചുണ്ടാക്കിയ സൗണ്ട് വെച്ച് ചെയ്യുമ്പോ കിട്ടുന്നൊരു സുഖം എനിക്ക് AI കേട്ട് വളർന്ന സാഹചര്യത്തിൽ നിന്നായിരിക്കില്ലേ AI പഠിച്ചിട്ടാണല്ലോ നമുക്കൊരു സാധനം തരുന്നത്. ഉം, ഞാൻ ചിന്തിക്കുന്നത് AIക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എൻ്റെ ഉം. ഒരു ക്രിയേറ്റീവ് നമ്മള് എങ്ങനെ വേണേൽ ചിന്തിക്കാം. ഇപ്പൊ AI ഇപ്പൊ കേട്ട് വന്ന ഇന്ന ജോണർ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള മ്യൂസിക് ഇപ്പോൾ ഇലക്ട്രോണിക് ആയിക്കോട്ടെ, ബാക്കി മ്യൂസിക് പഠിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് ചിന്തിച്ചൊരു മനുഷ്യന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്കൊരു പോസിബിലിറ്റി ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊക്കെ ആളുകൾ ഓപ്ഷൻസിലേക്ക് പോകുന്നത് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ പറയാവുന്ന ഒരു ആക്ടറെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ഇംപ്രസ് ചെയ്തിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇതാണ് എൻ്റെ ഒരു വിഷ്വൽ ഡിസൈൻ, ഞാൻ ഈ രീതിയിലാണ് വിഷ്വലി എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റൈറ്ററോ ഫിലിം മേക്കറോ പോയിട്ട് ഇരുന്ന് കഥ പറയുകയാണ്. നമുക്കറിയാം അതിൽ തന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് വിത്ത് മ്യൂസിക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ന മ്യൂസിക്കാണ്, ചിലപ്പോൾ അവർ കയ്യിലുള്ള ലാപ്ടോപ്പിൽ പ്രസൻറ്റേഷൻ നടത്താറുണ്ട്, സ്റ്റോറി ബോർഡും മൂഡ് ബോർഡൊക്കെ കൊടുക്കുന്ന സമയത്തുണ്ട്. അവിടെ ശരിക്കൊരു ഒരു AI സപ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന 2D അങ്ങനെ മൾട്ടിപ്പിൾ ഈ പറയുന്ന ടെക് സപ്പോർട്ടിൽ ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് കൊടുത്തിട്ട് നോക്കി ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു എന്താ പറയുക ഒരു മോഡൽ അത്തരം പ്രസൻറ്റേഷൻ ഇപ്പം ചിതുവതിൽ ഈ പറയുന്ന ആഡ് ഫിലിമിൻ്റെ കാര്യത്തിലുള്ള ഈ സൗകര്യം അല്ലെങ്കിൽ ആനുകൂല്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. യെസ്, അത് നമുക്ക് തീർച്ചയായും കുറെ ടൈം സേവ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഒരിക്കലും തൊഴിലുകൾ ഇല്ലാണ്ടാവും അങ്ങനത്തെ ഇല്ല. ഒരു സിനാരിയോ അല്ല. കാരണം നമ്മൾ വർക്ക് ഫാസ്റ്റ് ആക്കുകയാണ്. കാരണം ചില ഡയറക്ടേഴ്സ് വോണ്ട് ബി വെരി ഗുഡ് റൈറ്റേഴ്സ്, അപ്പോൾ ദേ വോണ്ട് ബി വെരി ഗുഡ് നറേറ്റേഴ്സ്. പിച്ച് ചെയ്യാൻ ചിലപ്പം അത്ര ഒരു സാമർത്ഥ്യം ഉണ്ടാവുന്ന വരില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് വിഷ്വലി പറഞ്ഞ് ബോധിപ്പിക്കണമെങ്കിൽ എങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ കാണിക്കുന്നത് ഭയങ്കര കാര്യങ്ങൾ എളുപ്പമാക്കും. മേക്സ് എവരി വൺസ് ലൈഫ് ഈസിയർ. ആ ഡിസിഷൻ എടുക്കേണ്ട ആളുടെയും പിച്ച് ചെയ്യുന്ന ആളുടെയും അത് അപ്പം ആ സമയം ലാഭിക്കാനൊക്കെ അത് തീർച്ചയായും ഒപ്പിക്കാം. പക്ഷെ ആ പിച്ചിങ് ലെവലിൽ കാരണം വൈൽ മേക്കിംഗ് എ ഫിലിം അതിന്റെ ടോട്ടൽ ഇമോഷണൽ പരിപാടി അതിന്റെ ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ക്രിസ്റ്റോ പറഞ്ഞ പോലെ AI ലേണിംഗ് ഡാറ്റാബേസിൽ ഇല്ലാത്തൊരു സാധനം ഇപ്പൊ ചിരട്ടയിൽ വരച്ചുണ്ടാക്കുന്നത് ലൈക്ക് ഇറ്റ് ഈസ് ഹിസ് ഓൺ ഐഡിയ. അപ്പോൾ ഒരിക്കലും AI ചിന്തിക്കില്ല. AI അതിന്റെ അപ്പം ട്രംപ് വാട്ട് എവർ ദാറ്റ് സൗണ്ടേഴ്സ് അതിനുള്ള ഡേറ്റാബേസ് ലോകത്തിൽ എവിടെയൊക്കെ ആരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒന്ന് പഠിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ആ സിനിമയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ക്ലീശയാണ് നമ്മൾ ഫ്രഷ് ആയിട്ടല്ലേ ചിന്തിക്കുക. അപ്പോൾ ഒരു ഫ്രഷ് സാധനം എന്തായാലും നമ്മൾ തന്നെ ആലോചിക്കേണ്ടി വരും. ബാക്കി അത് നമ്മൾ ഓൾറെഡി മനുഷ്യന്മാർ ചെയ്ത സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികൾ ഇറ്റ് ക്യാൻ ഗിവ്. ഈ നേരത്തെ മ്യൂസിക്കിന്റെ പാർട്ടിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ചിന്തിക്കുന്നുണ്ട്, പല മ്യൂസിക് കോമ്പോസേഴ്സ് ഇത് പറയുന്നതുകൊണ്ട് ചോദിച്ചതാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പുതിയ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഇത്തരം ടെക്നോളജി വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ മ്യൂസിക്കിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന സംഗതിയെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിട്ട് നോക്കുന്നവരായിട്ടുമല്ലോ ഈ കമ്പോസേഴ്സ്. ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ സാധ്യത വരികയാണെങ്കിൽ ഇപ്പം ഒരു ഫ്രഷേഴ്സ് വരുന്നു, ഇപ്പം നിങ്ങൾക്ക് തന്നെ ക്രിസ്റ്റോയുടെ ടീമിലേക്ക് ഒരു ഫ്രഷർ വരുവാണെങ്കിൽ നിങ്ങളൊരു മ്യൂസിക് പീസ് ചിലപ്പോൾ അയാളുടെ ഒരു യുണീക്കായി പ്രസൻറ്റ് ചെയ്യപ്പെടുമല്ലോ. അപ്പം അവിടെ ഈ പറയുന്ന ഏതാണ് ഒറിജിനൽ അല്ലെങ്കിൽ അയാളുടെ ഒറിജിനൽ കോമ്പോസിഷൻ ആണോ എന്നൊക്കെ ഉള്ളത് അതിലൊരു ടാസ്ക് വരാൻ ചലഞ്ച് സാധ്യത. ആയിരിക്കും. വിളിച്ചു വരുത്തി പണിയെടുപ്പിച്ച് കാണിക്കാൻ പറയേണ്ടി വരും. അല്ല അതിനല്ലേ ചേട്ടൻ അതെ, ഉദ്ദേശിച്ചത്? അത് ആക്ച്വലി ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വയലിൻ ഇപ്പൊ ഞാൻ യൂസ്ഡ് ആയതുകൊണ്ട് എനിക്കറിയാം എന്താണ് ലൈവ് എടുത്തേക്കുന്നത്. കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും VST ആണോ അല്ലെങ്കിൽ അത് ലൈവ് എടുത്തേക്കുന്നതാണോ എന്ന്. അപ്പൊ അത് വെച്ചൊക്കെ വേണമെങ്കിൽ ജഡ്ജ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു കൈൻഡ് ഓഫ് പെർക്കഷൻ സൗണ്ട്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കാം മേ ബി AI
വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു സൗണ്ട് വേണം, ഇപ്പോൾ ഈ ഗ്ലാസ് നിലത്ത് വീഴുന്നൊരു സൗണ്ട് എനിക്ക് വേണം, ആ സൗണ്ട് പ്രോംപ്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് അത് വെച്ചൊരു ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് എഐനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് എഐ തരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ട്രൈ ചെയ്യും. കാരണം എനിക്ക് വേണ്ട സൗണ്ട് കറക്റ്റായിട്ട് എഐക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് ഭയങ്കര അല്ല, അവിടെ ഒരു ഹെൽപ്ഫുൾ. ഇപ്പൊ നമ്മൾ ഒരു ക്രിയേറ്റീവ് പ്രോംപ്റ്റ് എത്രത്തോളം ക്രിയേറ്റീവ് നമ്മളൊരു ഒരു വളരെ ക്രിയേറ്റീവ് പേഴ്സൺ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ അതെ. ഉണ്ടല്ലോ. സോ ആയിട്ട് അങ്ങനെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു എക്സിസ്റ്റിംഗ് മോഡലിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ നേരത്തെ ക്രിസ്റ്റോ എനിക്ക് തോന്നുന്നത് ഇതിന് മദനോത്സവത്തിന് വേണ്ടിയിട്ടൊരു അല്ലെ ഇൻസ്ട്രുമെന്റ് ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ ബ്രഹ്മയുഗത്തിന് ബ്രഹ്മയുഗത്തിന് വേണ്ടി അതെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതെ. ചിലപ്പം നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് വേണ്ടത് ഇപ്പം ഓർക്കസ്ട്രേഷന്റെ കാര്യത്തിൽ എക്സിസ്റ്റിംഗ് വേണ്ടത് ചിലപ്പോൾ എ സപ്പോർട്ടോട് കൂടിയും, പിന്നെ ഇപ്പുറത്ത് നിങ്ങൾക്ക് സമയമെടുത്ത് പുതിയൊരു മ്യൂസിക് അല്ലെങ്കിൽ പുതിയൊരു സൗണ്ടിങ് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഇന്നോവേഷൻസിന് സമയം കിട്ടുന്ന ഒരു സാധ്യത കൂടി ഉണ്ടാവില്ലേ? ഇത് അതെ. പറഞ്ഞുകൊണ്ട് തോന്നി, കാരണം നിങ്ങൾ അങ്ങനെ ഒരു പുതിയ മ്യൂസിക് അല്ല, പുതിയ ഉറപ്പായിട്ടും സൗണ്ട് ഉണ്ടാക്കണം, നേരത്തെ പറഞ്ഞ ഒരു കമ്പാനിയനായിട്ട് ഉറപ്പായിട്ടും നമുക്ക് കൂടെ കൂട്ടേണ്ടി വരും അല്ലേ? ഇപ്പൊ നിലവിൽ മനസ്സിലായിടത്തോളം മ്യൂസിക്കിൽ എനിക്ക് ഞാൻ സെർച്ച് ചെയ്തിടത്തോളം എനിക്ക് യൂസ്ഫുൾ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഉം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള AI അല്ല, ഇതൊരു വന്നു ഓപ്പൺ വെന്യൂ കൂടിയാണ്. കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ആ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഇന്നോവേറ്റീവ് ഐഡിയകൾ ഉണ്ടെങ്കിൽ അതെ, അല്ല, അതുകൂടി തന്നെയാണ് ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ സൗണ്ടിങ് എനിക്ക് അങ്ങനെ ആരെങ്കിലും കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തരട്ടെ. ഉം. അത് ഈ ബേസിക്കലി നമ്മളിപ്പം വി ലിവ് ഇൻ എന്താ പറയാ ഇപ്പം മുന്നിൽ അനലോഗ് ആയിട്ടുള്ള ഒരു വേൾഡ് ക്യാൻ വി ഇമാജിൻ. അതെ. ഇപ്പം നമ്മൾ എത്രയും ഡിജിറ്റൽ ആണ്, അപ്പം ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം ക്യാൻ വി ഇമാജിൻ. ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് ദ നെക്സ്റ്റ് ഷിഫ്റ്റ്. കാരണം നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ, ഒരു പ്രീ ഗൂഗിൾ ഒരു എറ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ക്രിസ്റ്റോ വർക്ക് ചെയ്യുന്ന ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ഒരു മാഗ്നറ്റിക് ടൈപ്പ് എടുത്തിട്ട് ഒരാൾ കൃത്യമായിട്ട് സ്റ്റുഡിയോ പോയി അവിടെ ഇരുന്ന്, അപ്പൊ ഇത് വേണ്ട, ഇതിപ്പോ ലൈക്ക് 1 ക്ലിക്കിൽ അത് പോകണം. അപ്പൊ അതില്ലാത്ത ആ ഒരു സൗകര്യം ഇല്ലാത്തൊരു ഫിലിം മേക്കിംഗ് എനിക്ക് ചിന്തിക്കാം. കാരണം ബിക്കോസ് ഞാൻ അതിൽ യൂസ്ഡ് ആണ്, ഐ എം സ്പോയിൽഡ് ദാറ്റ് വേ. ആൻഡ് ഈസ് ഓൾസോ, കാരണം ആ ഡിജിറ്റൽ ആണ്. അപ്പൊ അതേപോലെ AI വിൽ ബി എ വെരി ഇന്റഗ്രൽ പാർട്ട് ഇൻ ദ വെരി കമ്മിങ് വെരി നിയർ ഫ്യൂച്ചർ ഐ തിങ്ക്. ലൈക്ക് അപ്പൊ അതേപോലെ നമുക്ക് AI ഇല്ലാത്തൊരു ഏറ നമുക്ക് ചിലപ്പോൾ അത് ആലോചിക്കാൻ പറ്റിയെന്ന് വരില്ല വിത്തിൻ 10 years. അല്ല, അങ്ങനെ പറയുവാണെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർസിൽ ഇപ്പം ഞാൻ ഇപ്പം കമ്പോസിങ് ഒന്ന്, റെക്കോർഡിംഗ് ഒന്ന്, ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പടത്തിന്റെ ഒരു റീലിന്റെ ട്രാക്ക്, മ്യൂസിക് ട്രാക്കുകൾ മാത്രം അറൗണ്ട് ഒരു 300-400 ട്രാക്സ് ഉണ്ട്, ഓഡിയോ ഇൻസ്ട്രുമെന്റ് ട്രാക്സ്. ഇത് സോർട്ട് ചെയ്യലൊരു ഭയങ്കര വലിയൊരു സമയമെടുക്കുന്ന പരിപാടിയാണ്. അതൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് AI വന്നു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് അങ്ങനെ നമ്മൾ എഐക്ക് ഈ സോഫ്റ്റ്വെയറും കൊടുക്കുന്നു, പുള്ളിക്കാരൻ സോർട്ട് ചെയ്ത് തരുവാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ കുറെ മെക്കാനിക്കൽ ജോബ്സ് ഉണ്ട് ഫിലിം, ലൈക്ക് സോർട്ടിങ്, അങ്ങനെ എന്താ പറയാ, ഇത് അങ്ങോട്ട് ടോപ്പ് ഇറക്കി മിക്സ് വെക്കുക, എന്നൊക്കെ പറയണ പോലെ. റിപ്പോർട്ട് ഉണ്ടാക്കുക, അതൊക്കെ. അപ്പം അതൊക്കെ AI വെച്ചിട്ട് ഈ ക്രിയേറ്റീവ് ആസ്പെക്ട്സ് മാത്രം ഹ്യൂമൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിനാരിയോ വിൽ ബി വെരി ഐഡിയൽ ഐ തിങ്ക്. ലൈക്ക് അപ്പം കുറെ ഹ്യൂമൻ അവേഴ്സ് അതിൽ ലാഭിക്കാം. അപ്പം സിങ്ക് കണ്ടുപിടിക്കുക, ഒരു മൾട്ടിപ്പിൾ ക്യാം ഷൂട്ട്, ഇപ്പം ഇതേപോലെ ഇത് ഇതിലിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല, അപ്പം അതിൽ സിങ്ക് ചെയ്യാനൊക്കെ AI ഉള്ള ടൂൾസ് ഓൾറെഡി ഉണ്ട്. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ഇറ്റ്സ് എ വെരി വെരി ടൈം. കാരണം അങ്ങനത്തെ മെക്കാനിക്കൽ മാനുവൽ ജോബ്സ് നമുക്ക് അത് കുറയ്ക്കാം. ബിക്കോസ് വി ക്യാൻ പുട്ട് മോർ ദാറ്റ് ഇൻ ടു ക്രിയേഷൻ ആൻഡ് സ്റ്റഫ്. ആ ടൈം നമുക്ക് സേവ് ചെയ്യാം. വേറൊരു കാര്യമുള്ളത് എനിക്കുന്നത് ഒരു പോപ്പുലർ വേയിൽ ഇപ്പം സിനിമയിലെ AI എന്ന് പറയുമ്പം ഒരു പബ്ലിക് ഒപ്പീനിയനിൽ ഏറ്റവും ആദ്യം കയറി വരുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ആക്ടർ, അതൊരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ സൂപ്പർ സ്റ്റാറിന്റെ പ്രസൻസിനെ, ഇപ്പം രേഖാചിത്രത്തിലെ മമ്മൂക്കയുടെ അല്ലെങ്കിൽ ഇന്ത്യനിലെ കമൽഹാസൻ എന്നൊക്കെ പറയുന്നത് അത്തരം സാധ്യതകൾ യൂസ് ചെയ്ത് തന്നെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഈ പറഞ്ഞ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന പഴയ മോഹൻലാൽ ഇൻ ദ സെൻസ് ഈ പറഞ്ഞ ചെന്നൈയിലെ മദ്രാസിയിലെ ഈ ക്യാരക്ടറിന്റെ കാലം എന്നൊക്കെ പറയുന്നത്. ഇപ്പം അത്തരം സാധ്യതകളുണ്ടല്ലോ. ഇപ്പം ചിലപ്പോൾ ഒരുപാട് ആക്ടേഴ്സ്, ഇപ്പം നമ്മൾ പറയില്ലേ, നമുക്ക് ഈ എണ്ണം പറഞ്ഞ ആക്ടേഴ്സൊക്കെ ഉള്ള സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ആ ആക്ടേഴ്സിന്റെ പ്രസൻസ് കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ആക്ടേഴ്സിന്റെ സാന്നിധ്യമായിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കാം. ഇപ്പം അവിടെയും ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ഇമോഷണൽ അല്ലെങ്കിൽ അവരുടെ പിന്നെ ബോഡി ഓഫ് വർക്ക് അതേപടി ആയിരിക്കില്ല, പ്രസൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. എന്നാൽ പോലും അത്തരം ഇപ്പം നമ്മൾക്കറിയാം ചില സമയത്ത് ഈ പറയുന്ന ചുമരിൽ വെക്കുന്ന ഫോട്ടോയിൽ പോലും ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് നമ്മളുടെ ഈ പറഞ്ഞ മൺമറഞ്ഞ താരങ്ങളുടെയൊക്കെ കാര്യത്തിൽ. അതടക്കമുള്ള സാധ്യതകൾ വന്നാൽ അതിനെ ഏത് രീതിയിലായിരിക്കും അത് ഓൾറെഡി വന്നു എന്നാണ് ഒരാൾ. കാരണം ഡിജിറ്റൽ ലൈസൻസിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇപ്പോൾ ലൈക്ക് ആസ് ആൻ ആക്ടർ എനിക്ക് എന്റെ ഫേസ് ആൻഡ് വോയിസ് ഡിജിറ്റലി ഒരു കമ്പനിക്ക് ലൈസൻസ് ചെയ്യാം. ലൈക്ക് അവർക്ക് അത് യൂസ് ചെയ്യാം. ഒരു കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമയിൽ കമൽ സാർ ആകെ 5 ദിവസം 3 ദിവസം അഭിനയിച്ചുള്ളൂ. ബട്ട് ഈസ് ത്രൂ ഔട്ട് ദ വില്ലൻ ഓഫ് ദ ഫിലിം.
സോ ഈസ് ഡിജിറ്റലി ലൈസൻസിങ് ഹിംസെൽഫ്. സോ പുള്ളിക്കാരൻ തന്നെ ഫുൾ ബോഡി സ്കാൻ ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് നേരത്തെ തന്നെ അത് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഡിജിറ്റലി ഇപ്പൊ രജനി സാറിന് ഇപ്പൊ പോയിട്ട് ഒരു വലിയ ഫൈറ്റ് സീൻ അത് ചെയ്യണമെന്നില്ല, ഒരു പരസ്യത്തിൽ അഭിനയിക്കണത് അത് സാറിന് ലൈസൻസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഡിജിറ്റൽ ലൈസൻസിങ് ഓൾറെഡി നടക്കുന്നുണ്ട്. അത് ആക്ടേഴ്സിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്, മേ ബി സിംഗേഴ്സിന്റെ കാര്യത്തിലും വരും. ബിക്കോസ് ചില ട്രാക്സ് ഒരു ലൂപ്സ് ഉണ്ടാക്കാൻ ലൈക്ക് അതെല്ലാം വരും. പക്ഷെ ഒരിക്കലും അവരത് നേരിട്ട് വന്ന് പെർഫോം ചെയ്യുന്നോ പാടുന്നതിന്റെ അത്ര എത്തില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള സിസ്റ്റംസ് ഓൾറെഡി ആർ ഇൻ പ്ലേസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ റൈറ്റിങ്ങിലും തോട്ട് പ്രോസസ്സിലൊക്കെ ചിലപ്പം അത് അഡാപ്റ്റബിൾ ആവുന്ന രീതിയിലാണ്. കാരണം ഇപ്പം ചിതു ഇപ്പം ഒരു പടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിലപ്പോൾ അടുത്തൊരു പടം വരുന്ന സമയത്ത് ഓക്കെ ഏതെങ്കിലും തരത്തിൽ ആലോചനയിൽ ഒരു ആക്ടറുടെ ഫ്ലാഷ് ബാക്ക് ആവാം, ഒരു സീനിയർ ആക്ടറുടെ ഇതാക്കാം, അവിടെ ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കാം. ഇപ്പം ഉറപ്പായും ആ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആക്ടറെ വെച്ചിട്ട് പെർഫോമറെ വെച്ചിട്ട് അത് ചെയ്യാം, നമ്മൾ ഓർഗാനിക്കായി ചെയ്യുന്നത്. അല്ല ഇത്തരം സാധ്യതകൾ കൂടി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് വരിക. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ ഇത് ഈ തരംതിരിവുണ്ടല്ലോ, നിങ്ങൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒറിജിനൽ. അതെ നമ്മളിത് ഇങ്ങനത്തെ സാധ്യതകൾ വരുമ്പോൾ നമ്മളുടെ ഈ എന്താ പറയുക, നമ്മുടെ ചിന്തയുടെ വ്യാപ്തി നമുക്ക് എത്രത്തോളം ബിഗ്ഗറായിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പണ്ട് അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പേ അത് ചിന്തിച്ച അയ്യോ മമ്മൂക്കാടെ ചെറുപ്പം എങ്ങനെ ചെയ്യാം, അവർ നമുക്ക് മോഹൻലാലും ചെറുപ്പത്തിൽ കളിച്ചു വരുന്ന ഒരു ഷോട്ട് നമുക്ക് നടക്കില്ല അത്. അപ്പൊ ഇന്ന് നമുക്കത് ചിന്തിക്കാൻ, വി ക്യാൻ ഡെയർ ടു തിങ്ക് ദാറ്റ് വേ. നമുക്ക് എന്ത് വേണം ഇപ്പം അവർ അനന്ത സാധ്യ ഇപ്പൊ ഗഗനചാരി എന്ന് പറഞ്ഞ ഒരു ഫിലിമിലേക്ക് യൂസ് വെരി മിനിമൽ റിസോഴ്സസ് ആൻഡ് ആ ഒരു എ ആൻഡ് VFX ആൻഡ് അപ്പൊ അവരൊരു പുതിയ വേൾഡ്. അപ്പൊ അങ്ങനെ ഡെയറിങ് ഡ്രീംസ് വി ക്യാൻ ഡു ലൈക്ക് ബിക്കോസ് ഓൾ ദീസ് ടെക്നോളജീസ് വിൽ സപ്ലിമെന്റ്. അങ്ങനെ ഒരു കാര്യം കൂടിയില്ലേ, ഇപ്പം നമ്മളിപ്പോ എല്ലാത്തിൻ്റെയും ബജറ്റ് പറയുമ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ പുതിയ അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ പറഞ്ഞിട്ട് ആ റെമ്യൂണറേഷനൊക്കെ ഇത് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഒരു VFXന്റെ കോസ്റ്റിംഗ് വെക്കുമ്പോൾ ഇതൊരു മലയാള സിനിമയാണ് എന്നുള്ളൊരു സാധനം അതിന്റെ മണ്ടയ്ക്ക് വെക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു സൗത്ത് ഇന്ത്യയിലുള്ള സിനിമയാണ് എന്ന് പറയുന്ന സാധനം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഒരു ചോദ്യമായിട്ട് വരും. അതിലേക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് മെക്കാനിസം എന്നുള്ളത് ഇപ്പം ആലോചനകൾക്ക് ഇപ്പം ഒരു എന്താ പറയുക ഭാവന പരിധി എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു ആവശ്യമാണല്ലോ റീജിയണൽ ഫിലിമിന്. അതിനെ മറികടക്കാൻ പറ്റും. ആ സാധ്യതകളിലേക്ക് ഇത് ചർച്ചകളും അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്കേതിക സൗകര്യങ്ങളും പോകും എന്നുള്ള സംഭവമല്ലേ? തീർച്ചയായും നമുക്ക് ഭാവനകളുടെ അതിര് നമുക്ക് ഇപ്പം നമുക്ക് കേരളത്തിലെ കൊച്ചിയിൽ ഗോഡ്സിൽ വന്ന് ഇറങ്ങുന്ന നമുക്ക് ചിന്തിക്കാം, നമുക്കത് ചെയ്യാം. അപ്പൊ അതിനുള്ള സാധ്യതകൾ അനന്തമായി തുറന്നു കിട്ടുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ക്വാളിറ്റിയിൽ വരുന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് വെരി ചീപ്പ് യെറ്റ്. ആ മോഡ്യൂളും ആ ഒരു സിസ്റ്റം അതിനെല്ലാം ഇറ്റ് ഈസ് അത് എത്രയും ചീപ്പർ ആയിട്ടില്ല. ബട്ട് നമുക്ക് അതിലേക്കുള്ള സ്റ്റെപ്പ് ബൈ ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ഫാർ ഓൾസോ. വി ക്യാൻ ആക്ച്വലി മേക്ക് എ ഗോഡ്സില വിസിറ്റിംഗ് കൊച്ചി വെരി സൂൺ. സമയമെടുക്കും, പക്ഷെ അത് ഈ അപ്പോഴുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എല്ലാം നിൽക്കുമ്പോഴും നമുക്കറിയാം ഈ പറഞ്ഞ സുഭാഷിനെ കരുതലോടെ കാക്കണം എന്ന് ഈ പറയുന്ന ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ പറയുന്ന ഒരു അമ്മയുണ്ട്. അതേ അമ്മയിൽ തന്നെയാണ് ഒരു തരത്തിൽ ആ ഇമോഷന്റെ ക്ലോഷർ ഇത് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്ന സാധനത്തിൽ അത് മാനുഷികമായിട്ട് തന്നെ മനുഷ്യരുടെ കയ്യിലൂടെ തന്നെ സംഭവിക്കുന്നതാണ്. ആ ഡിസ്കഷനാണല്ലോ പലപ്പോഴും വരുന്നത്. ഒരു ഹ്യൂമൻ വേഴ്സസ് മെഷീൻ എന്നുള്ള സംഗതി വരുന്ന സമയത്ത് ഇത് ഒരു പ്രോംപ്റ്റിൽ അല്ലെങ്കിൽ ഇതൊരു കോ പൈലറ്റായിട്ട് കമ്പാനിയനായിട്ട് നിൽക്കും. മേളിൽ ഈ പറയുന്ന മനുഷ്യന്റെ ബൗദ്ധിക അല്ലെങ്കിൽ ഈ പറയുന്ന സർഗശേഷി തന്നെ മേൽക്കൈ നേടും എന്നൊരു സംഗതി ഉണ്ടല്ലോ. ആ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റൈറ്റർ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് എനിക്കത് പറയുന്നതിൽ ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ പെട്ടെന്ന് മനുഷ്യമായിട്ട് ഞാൻ കത്തിയായിട്ട് കുത്താൻ വരുന്നത് മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിന്റെ റെസ്പോൺസ് അത് എന്റെ ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കുന്ന ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം, അയാളുടെ ക്വിക്ക് റെസ്പോൺസ് എന്തായിരിക്കും, അയാൾ അത് ആ പക ഉള്ളിൽ സൂക്ഷിക്കുമോ അല്ലെങ്കിൽ അത് വിട്ടുകളയുന്ന ഒരാളാണോ അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പം അങ്ങനത്തെ തീരുമാനങ്ങൾ എങ്ങനത്തെ എടുക്കും, അയാളെ ചതിക്കുമോ, അങ്ങനെയുള്ള മനുഷ്യന്റെ അങ്ങനത്തെ ഉള്ള കുറെ ഇമോഷൻസ് ഉണ്ടല്ലോ. അതൊരിക്കലും അതൊക്കെ എനിക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള ഒരു ഭാവനയും തന്നെ അത് വരണം എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് ഉണ്ടാക്കാം, പക്ഷെ അതെല്ലാം ഒരു ടെംപ്ലേറ്റിൽ വീഴും. നമ്മൾ എവിടെയോ കണ്ടു മറന്ന് ഏതോ ഒരു സാധനങ്ങളുടെ ഒരു ആവർത്തനം അത് നമുക്കൊരു മനസ്സിലാവും. അതൊരു ടെംപ്ലേറ്റ് പരിപാടി ആയിരിക്കുന്നു. നായകന് 5 മിനിറ്റ് നായകൻ ഇൻട്രോ, അതൊരു ഫൈറ്റ്, അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ടെംപ്ലേറ്റിൽ അത് വീഴാൻ സാധ്യതയുണ്ട്. ആ ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫ്രഷ് ഈ സിനിമ കുറച്ച് ഫ്രഷ് ആണല്ലോ അല്ലെങ്കിൽ ഒരു പുതിയ നറേറ്റീവ് ആണല്ലോ എന്ന് നമ്മൾ ആ ടെംപ്ലേറ്റ്സ് ബ്രേക്ക് ചെയ്ത് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ആ സ്ക്രീനിലെ സബ്ജക്ട് ബിഹേവ് ചെയ്യുമ്പോൾ ദിസ് ഇസ് സംതിങ് ന്യൂ എന്ന് ഫീൽ ചെയ്യും. അപ്പം അത് ഐ തിങ്ക് വി ഷുഡ് ലൈക്ക് അത് ഹ്യൂമൻസ് തന്നെ, കാരണം അത് പുതിയത് എഴുതണമല്ലോ, കാരണം ബാക്കിയെല്ലാം ഡേറ്റാബേസിൽ ഓൾറെഡി ഉണ്ട്. അതേസമയം തന്നെ ഇപ്പൊ ഒരു സ്ക്രാച്ചിലുള്ള ആലോചന മുതൽ അപ്ലോഡ് ഈ പറയുന്ന ക്യൂബ് അടക്കമുള്ള ഈ സ്ട്രീമിംഗ് അപ്ലോഡ് വരെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന സപ്പോർട്ടിംഗ് മെക്കാനിസം ആയിട്ട് തീർച്ചയായും നമുക്കിപ്പം മിക്സിംഗിൽ എന്തായാലും ഒരു ഹ്യൂമൻ ഇത് വേണം. പക്ഷെ അതിന്റെ ചില പാരാമീറ്റർ, ചില കാലിബ്രേഷൻ പരിപാടികൾ, അപ്പൊ അങ്ങനെ സാധനങ്ങൾ ബിക്കോസ് ദ നമ്പേഴ്സ് വിൽ ബി മച്ച് മോർ റൈറ്റ്. ബേസിക്കലി ഇൻ ദ എൻഡ് അത് മനുഷ്യന്റെ കാത് തന്നെയാണ്.
ഇങ്ങനെ കുറെ അങ്ങനത്തെ കുറെ ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഈ കണക്കുകൾ, അങ്ങനത്തെ ഈ അടുക്കി വെക്കൽ, പറക്കി വെക്കൽ, സോർട്ട് ചെയ്യൽ, അങ്ങനത്തെ കുറെ ജോബ്സ് ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം ഇൻ പ്രീ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ കൃഷ്ണോട് ഒരു കാര്യം കൂടി ചെയ്യാൻ, ഇപ്പോൾ ആളുകൾ പെട്ടെന്ന് പറയുന്നത് എഐക്ക് പാട്ടുണ്ടാക്കാമല്ലോ, എഐക്ക് മറ്റേ PG ഉണ്ടാക്കാമല്ലോ, എഐ സ്വന്തമായിട്ട് മറ്റേ പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് നമുക്ക് തരുന്നുണ്ടല്ലോ, അത് കാർ സ്റ്റീരിയോയിൽ ഞങ്ങൾ പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് ഇത് വളരെ ഈസിയാണ് എന്ന് പറയുന്നതും, ഈ ക്രിയേറ്റിവിറ്റി ഒരു സൈഡിൽ, അല്ലെങ്കിൽ ഈ ഹ്യൂമൻ വേഴ്സസ് മെഷീൻ എന്ന് പറയുന്ന സംഗതി നിൽക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ ബുഡാപെസ്റ്റ് എന്നുള്ളൊരു ഓർക്കസ്ട്രേഷൻ അവിടെ വേണം, അവിടെ ഈ സ്പെസിഫിക് ആർട്ടിസ്റ്റ് വേണം എന്നുള്ള ഡിമാൻഡ്, പിന്നെ അതൊരു ഇംപ്രവൈസ്ഡ് വേർഷനാണ്, അതിൽ ഹ്യൂമൻ ഇമോഷൻസ്, അതായത് ഇൻസ്ട്രുമെന്റ്സ് കൂട്ടത്തോടെ പ്ലേ ചെയ്യുന്നതല്ല, അതിൽ ഇമോഷൻസ് കൂടി ബ്ലെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പം ഇപ്പോഴത്തെ ഈ പറയുന്ന ആ ഡിസ്കഷൻസിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം നേരത്തെ പോലെ ഇതിന്റെ ഓർക്കസ്ട്രേഷനിൽ, കോമ്പോസിഷനിൽ ഈ രണ്ടു തരം മ്യൂസിക്കും കാര്യമായിട്ട് വന്നു തുടങ്ങുമല്ലോ. ഇപ്പം നേരത്തെ ചില ജീവിച്ചിരിപ്പില്ലാത്ത സിംഗേഴ്സിന്റെ ഇത് റീക്രിയേറ്റ് ചെയ്യുന്ന തരം സാധ്യതകൾ വരുമ്പോൾ ഈ തരംതിരിവില്ലാതെ ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്ന സാധ്യതയും വരാമല്ലോ. നിങ്ങൾ ഈ പറയുന്ന ചാർട്ട് ഫിക്സർ സ്വഭാവത്തിൽ ചിലപ്പോൾ ഒരു ടോപ്പ് 1, 2, 3 ചിലപ്പോൾ ഒരു AI ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് അല്ലെങ്കിൽ കോമ്പോസിഷൻ വരാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ. AI ഹിറ്റ് അടിക്കട്ടെ. AI ചെയ്ത ഒരു ട്രാക്ക് ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ AI അംഗീകരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആവുമെന്ന്. കാരണം ഇപ്പോ ഇപ്പൊ സുഷിൻ ചേട്ടന്റെ ട്രാക്ക് ആണേലും, ജെയ്ക്സന്റെ ട്രാക്ക് ആണെങ്കിലും, ജസ്റ്റിൻ ചേട്ടന്റെ ട്രാക്ക് ആണേലും, നമ്മുടെ ഇവിടെയുള്ള മനുഷ്യരുണ്ടാക്കിയ ട്രാക്കുകളാണ് ഇപ്പോഴും ആൾക്കാർ ആസ്വദിച്ച് കേൾക്കുന്നതും രാത്രി ഉറങ്ങാൻ നേരത്ത് കേൾക്കുന്നതും. അതിന്റെ ഉറപ്പായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ പാട്ടില് ഓരോ ബാറിലും ഓരോ ബീറ്റിലും ഞാൻ അതില് എന്റെ മാക്സിമം ഇട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടാണ് അത് അത്ര സോൾഫുൾ ആയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യണതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോ AI പഠിച്ച് ചെയ്യുന്ന പാട്ടുകളാണ്. പല പാട്ടുകളുടെയും സിമിലാരിറ്റീസും പല ബേസ് ലൈൻസ് ഒക്കെ വരാം. ഇപ്പൊ എനിക്ക് എൻ്റെതായ രീതിയിൽ ഇപ്പോ എനിക്കൊരു ബേസ് ഗിറ്റാർ അല്ലെങ്കിൽ ഒരു സിന്ത് ബേസ് ഞാൻ ഒരു ട്രാക്കിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ കുറെ കുരുത്തക്കേടുകൾ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെതായ രീതിയിൽ കുറച്ച് തോന്നിയാസങ്ങൾ കാണിക്കാറുണ്ട്, ലിറ്ററലി സ്പീക്കിംഗ്. അപ്പൊ അങ്ങനെ AI എന്തായാലും ചെയ്യാൻ AIക്ക് പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ അല്ലെങ്കിൽ പറ്റുന്ന ഒരു കാലം ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ AI ഹിറ്റ് ഉണ്ടാക്കുന്ന ഒരു പോയിന്റിലായിരിക്കും ചിലപ്പോൾ ഞാൻ AIനെ അത്രയും കാര്യമായിട്ട് കാണാൻ സാധ്യതയുള്ളൂ. ഓഡിയൻസിന്റെ സൈഡിൽ കൂടി സംസാരിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ മനീഷേട്ടൻ ചോദിച്ചതിൽ എനിക്ക് ഉത്തരമൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു AI ഇനിയും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സിറ്റുവേഷനിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ക്രിസ്റ്റോ ഭായ് പറഞ്ഞതിൽ ഒരു കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ചിരട്ടയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സൗണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ AIക്ക് പറ്റില്ല. അത് സത്യമായിരിക്കാം. പക്ഷേ നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് അവിടെയും നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AIക്ക് നമ്മളിപ്പോൾ AIനോട് പറയാണ് എനിക്ക് വളരെ സാഡായിട്ടുള്ളൊരു ഒരു മ്യൂസിക് വേണം, അപ്പോൾ അതുപോലെ സാഡായിട്ടൊരു മ്യൂസിക് ഉണ്ടാക്കും. അന്നേരം നമ്മൾ AIയോട് പറയാണ് നമുക്ക് ഈ സൗണ്ട് ഈ ഒരു ചിരട്ടയിൽ വരച്ച പോലെ ഉണ്ടാക്കി തരണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ AI അത് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ AI ഉറച്ചുണ്ടാക്കുന്ന ചിരട്ടയിലും ഞാൻ എന്റെ മൈക്കിൽ ഞാനിരുന്ന് ഉറച്ചുണ്ടാക്കുന്ന ചിരട്ടയും വ്യത്യാസം ഉണ്ടല്ലോ. അത് വ്യത്യാസമുണ്ട് ഇല്ലേ? അതാണ് ഞാൻ വ്യത്യാസം അതാണ് പറഞ്ഞത്. അല്ലാതെ അതാ ഞാൻ പറഞ്ഞു, AI എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർക്കഷൻ എനിക്ക് AIനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രം ലൂപ്പ് എനിക്ക് വേണം, ഒരു 4 ബാർ ഈ സാധനം എനിക്ക് വേണം, ഈ സ്നെയർ ഇന്ന ടോൺ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് തരാൻ പറ്റിക്കഴിഞ്ഞാൽ AIയുടെ ഉറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഇമോഷൻസ് എനിക്ക് എന്നെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും അടിപൊളിയായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തോ നല്ലത് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്ന പോയിന്റിൽ ആണ് കാര്യമുള്ളൂ. അല്ലാതെ മൊത്തം AIനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും എൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഇപ്പൊ എൻ്റെ സ്റ്റുഡിയോയിലുള്ള എന്തായിക്കോട്ടെ, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലോട്ട് വെച്ച് ടേബിളിൽ കമ്പ്യൂട്ടർ ഇങ്ങനെ ഡെസ്കിൽ എൻ്റെ കീബോർഡ്, നമ്മൾ ടൈപ്പ് ചെയ്യണ കീബോർഡില്ല, പ്ലെയിൻ കീബോർഡല്ല, ടൈപ്പ് ചെയ്യണ കീബോർഡിൽ വരെ ഞാൻ ടാപ്പ് ചെയ്ത് സൗണ്ട്സ് ഒക്കെ വെറുതെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ തോന്നിയവാസങ്ങൾ കാണിക്കാനായിട്ട് പഠിക്കട്ടെ. തോന്നിയവാസം കാണിക്കാൻ പഠിക്കുമ്പോ ഞാൻ അംഗീകരിക്കാം. AIക്ക് അത് പഠിക്കാം. പക്ഷെ നമ്മളൊരാൾ പറഞ്ഞു കൊടുത്താലേ AI അത് ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പൊ അവിടെ ആ ക്രിയേറ്റിവിറ്റി ഒരു ഹ്യൂമന്റെ ഒരു ഇത് വേണമല്ലോ, ഒരു ഇൻപുട്ട് വേണമല്ലോ. അതപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഒരിക്കലും നമ്മളെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നുണ്ടാവില്ല. കമ്പൈൻഡ് എഫേർട്ട്. ഇപ്പൊ നമ്മൾ പണ്ട്
ഒരു സമയത്ത് തബലയും സംഭവങ്ങളും യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സോഫ്റ്റ്വെയറിൽ ഞാനൊരു ട്യൂൺ കൊടുത്തിട്ട് പക്ഷെ അത് നമ്മള് കൺവേർട്ട് ചെയ്യുന്ന പോലെ അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഒരു പാട്ട് ഇപ്പൊ ഉണ്ടാക്കുവാണ്, അതിൻ്റെ അകത്ത് തബലയുണ്ട്, അങ്ങനെ ലൈവ്ലി സൗണ്ടിങ് ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ, ഞാൻ ലൈവ് എടുക്കും. എന്റെ ഇതുവരെയുള്ള പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈവ് എടുക്കാത്ത ജീവനുള്ള ഇൻസ്ട്രുമെന്റുകൾ ഇല്ല. ആ. അപ്പോ ലൈവ് വരുമ്പോ കിട്ടുന്ന ഒരു സുഖം വളരെ ഒരിക്കലും വലുതാണ്. അപ്പോ അത് ഞാൻ ഇവൻ എനിക്ക് ഉണ്ടാക്കി തന്നാലും ചിലപ്പോൾ ഞാൻ ലൈവ് എടുക്കും. ഫിലിം ഇപ്പം AI ക്രിയേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഫ്യൂച്ചർ പോസിബിലിറ്റി എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ നിങ്ങൾ കാണുന്നത്? അപ്പോൾ ഒരു 5 to 10 ഇയേഴ്സിൽ എങ്ങനെ ആയിരിക്കും ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാവുക? അതിൽ AIക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടാവും? ദെൻ ഫ്യൂച്ചറിൽ ഇപ്പം ഡയറക്ടേഴ്സും ബാക്കിയുള്ളവരും എന്തൊക്കെ അഡാപ്റ്റ് ചെയ്യണം? Yeah, I think the core of the whole discussion was that only. And there were in the future, of course, AI will be an integral part of the filmmaking. And നമുക്ക് കാണാൻ നമ്മൾ ചിന്തിക്കുന്ന വിഷ്വൽ അപ്പൊ അതിനൊന്നും ഇനി ലിമിറ്റേഷൻ ഇല്ല. യു ജസ്റ്റ് ഹാവ് ടു പ്രോംപ്റ്റ് വാട്ട് എന്താണ് ഒരു ലൈക്ക് യു നീഡ് എ ഗോൾഡ് ഫിഷ് ലൈക്ക് ഫ്ലൈയിങ് ഓൺ ദ സ്കൈ. അപ്പൊ അങ്ങനെ യു ക്യാൻ പുട്ട് എനിത്തിങ് ആൻഡ് ദർ ഇസ് നോ ലിമിറ്റ് ടു ഇറ്റ്. ബട്ട് ഇൻ ദ എൻഡ് ഇസ് വാട്ട് ഇസ് ദ സ്റ്റോറി, വാട്ട് ആർ ദി ഇമോഷൻസ്, അത് എങ്ങനെ കണക്ട് ചെയ്യുന്നു എ ടു ഇസഡ്, അതിന്റെ സ്ട്രക്ചറും ബീറ്റ്സ് ആൻഡ് ദാറ്റ് only that matters. What no setting and the visual adonumalla. What so the writing and the making of film and the acting and the emotional that will all be the same. All the setting and the visual can be anything. ഇപ്പൊ അദ്ദേഹന്റെ AI ഫുൾ ടേക്ക് ഓവർ ചെയ്തെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇത് പറഞ്ഞ പോലെ മനുഷ്യൻ ഉണ്ടാക്കുന്ന സിനിമകളുടെ വില കൂടുതലായിരിക്കും, വില കൂടും. ഇപ്പൊ മ്യൂസിക് AI ഹിറ്റുകൾ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് എന്റെ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളുടെ എണ്ണം കൂട്ടും, സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങും. Like handmade luxury goods. അതെ. ജീവിക്കണ്ടേ? എനിക്ക് ചിദംബരം സാറിനോടും ചോദിക്കാനുള്ളത്, എൻ്റെ ക്വസ്റ്റ്യൻ AI റിലേറ്റഡ് ഒന്നല്ല. ഇപ്പോൾ മൈൻഡിൽ നല്ലൊരു കഥ ഉള്ള ഒരാൾക്ക് എങ്ങനെ ഒരു ഫിലിം മേക്കറിനെ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഫിലിമായിട്ട് ഉണ്ടാവില്ല, മീൻസ് കണക്ഷൻസ്, അപ്പം എങ്ങനെ ഒരു നല്ല ഡയറക്ടർ റൈറ്റർ അവരെങ്ങനെയിട്ട് കണക്റ്റ് ആവാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. See, as a director or a writer, when someone approaches me like with a story or anything, first what I look is have they written it? Like കഥ ആർക്കും മനസ്സിലുണ്ടാക്കുക, ആർക്കും കഥ പറയും, എല്ലാവരും കഥ പറയുന്ന ആൾക്കാരാണ്, എല്ലാവർക്കും മനസ്സിൽ കഥ ഉണ്ടാക്കും. Have they really put it on paper, at least a 2-pager or a 3-pager, and that's how you start. ആ, ഇതിപ്പോൾ സംഭവം അങ്ങനെ ഒരു സ്ക്രിപ്റ്റും, അതായത് ഒരു ബേസിക് സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ ഉള്ള ഒരാൾക്ക്, അതായത് കണക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കും, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ റിപ്ലൈ കിട്ടണമെന്നോ അങ്ങനെ ഇല്ല. പക്ഷെ അപ്പോൾ ആ ഒരു കണക്ഷൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഫിലിം മേക്കറിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്നാണ്, ആ ഒരു ഗ്യാപ്പാണ്. അത് ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. ഐ തിങ്ക് ചിലവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യും, ചിലവർ വാട്സാപ്പിൽ പറയും, ചിലവർ ഇമെയിൽ അയച്ചാൽ റെസ്പോണ്ട് ആവുള്ളൂ. ദാറ്റ് ഈസ് വെരി സബ്ജക്റ്റീവ്. ബട്ട് ഇൻ ദ എൻഡ് ഇസ് യു, ബിക്കോസ് ഫിലിം മേക്ക് ചെയ്യാൻ കുറെ റിസോഴ്സസ് വേണം. You need a producer, you need a cameraman, you need a lot of money and everything. But for writing, you don't need any resources. So you can keep on writing. If you finish it, and it will automatically happen. If you have a good script, it will come to you. And never stop writing. That is the only thing, because you don't need any resources for that. ചിദംബരം മൂന്നാമത്തെ സിനിമയിലേക്ക് കാണാം. ഒരു കോവിഡിനിടയിൽ ഭയങ്കര സർപ്രൈസ് പാക്കേജായി വന്ന് അടിച്ചു കയറി പടമായിരുന്നു ജാനേമൻ. മഞ്ഞുമൽ ബോയ്സ് വന്ന സമയത്ത് ഇത് തന്നെയാണ് ഒരു നമ്മൾ പറയാവുന്ന ഒരു മുൻനിര താരങ്ങൾ ഏതുമില്ലാത്ത വരുന്നൊരു സിനിമ. ആ സിനിമ മലയാളത്തിൽ എത്രത്തോളം അംഗീകരിക്കപ്പെട്ടു, അതിൻ്റെയൊക്കെ 10 മടങ്ങിൽ തമിഴ്നാട് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ കമൽഹാസൻ നിങ്ങൾ ക്ഷണിക്കുന്നു, രജനീകാന്ത് സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത് ബോളിവുഡിൽ ഡിസ്കഷൻ ആവുന്നു. 2024 നോക്കിയാൽ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു ഇന്ത്യൻ സിനിമയാവുന്നു, മലയാളത്തിൽ തന്നെ ഓൾ ടൈം ടോപ്പ് ഗ്രോസർ ആവുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയുള്ള അടുത്ത സിനിമ എന്ന് പറയുന്നതും അതും ഒരു താരരഹിത സിനിമയിലേക്ക് പോവാണ്. എന്താണ് ആ സിനിമയെ കുറിച്ച് ഇതുപോലൊരു വെല്ലുവിളി പറയാവുന്നത്? ചെറിയ ഒരു സിനിമയും ഭയങ്കര ചെറിയ പശ്ചാത്തലമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നോൺ ഫേസസ് പടത്തിന്റെ പ്രൊഡിക്റ്റബിലിറ്റിയെ ബാധിക്കും എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ എല്ലാം പുതുമുള്ള എനിക്കൊന്ന് എല്ലാം, കാരണം പടം ഡസൻ ഡിമാൻഡ് അങ്ങനത്തെ ഒരു പടത്തിൽ എല്ലാവരും പുതിയ ഫേസസ് ആകുമ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഹൗ ഹി വിൽ, ഇയാളുടെ ബിഹേവിയർ എന്തായിരിക്കും, ഇയാളുടെ ഒരു സാധാരണ ഒരു നമുക്കൊരു നടനെ കാണുമ്പോൾ അയാളുടെ ഒരു മോഡസ് ഓപ്പറേണ്ടി നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ പ്രിജുഡിസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏകദേശം വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളു, എല്ലാവരും പുതിയ ആൾക്കാരായിട്ടുള്ള ഒരു സിനിമ പ്ലാൻ ചെയ്തത്.
ചെറിയത്. അത് മാത്രമല്ല ഈ 2024 കേരളത്തിൽ പുറത്ത് ഏറ്റവും ചർച്ചയായ 2 മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് ജിത്തു മാധവനും Yes. ചിദംബരമാണ് അടുത്ത പടം ഒന്നിച്ച് ചെയ്യുന്നത്. ഒരാൾ റൈറ്ററായും ഒരാൾ ഫിലിം മേക്കറായും എന്നുള്ളത്. അതൊരു ഒരു അപ്രതീക്ഷിത കൊളാബറേഷൻ കൂടിയായിരുന്നല്ലേ? അതെ, അതെ. ഞാനിപ്പം അത് അതേപോലെ ഞാൻ ഈ ഹിന്ദി ഫിലിമിലേക്ക് അതിന്റെ ഡെവലപ്മെന്റ് ടൈം എടുക്കുമായിരുന്നു. സോ അത് ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇയർ ഹാപ്പനിങ്. സോ അപ്പോൾ ഐ വാസ് ലൈക്ക് അപ്പോൾ ഇനി കുറച്ച് നേരം ഫ്രീ ആണല്ലോ, ഒന്നുമില്ലല്ലോ ചെയ്യാൻ എന്ന് ആലോചിക്കുന്ന സമയത്താണ് ജിത്തുവിൻ്റെ ഒരു കഥ ഉണ്ടെന്ന് നമ്മളെ സജിൻ ഗോപു പറയുന്നത്. അപ്പം അപ്പം ഞാൻ ജിത്തുവിനെ പോയി കണ്ടു, കഥ കേട്ടു, പിറ്റേ ദിവസം തന്നെ അത് പ്രോജക്റ്റ് ഓൺ ആയി. ഇങ്ങനെ കഥ പിന്നെ നമ്മൾ തീരുന്നില്ല വി ആർ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പണ്ടേ ഇത് ആലോചിച്ചിരുന്നല്ലേ, പെട്ടെന്ന് ജിത്തുവിൻ്റെ കഥയുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ പോയി കേട്ടു. ഇറ്റ് വാസ് എ ഗുഡ് സ്റ്റോറി. ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വരുന്നു. അപ്പോൾ ഇതൊരു വലിയ സ്കെയിൽ പടമേ അല്ല. ഇറ്റ് ഇസ് എ വെരി സ്മോൾ ഫിലിം. നമ്മൾ ആരും ചെയ്യാൻ കൊതിക്കുന്ന ടൈപ്പ് ഒരു ചെറിയ ഫിലിം. ലൈക്ക് അങ്ങനത്തെ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ലൈക്ക് ഇറ്റ്സ് എ വെരി സിമ്പിൾ അങ്ങനത്തെ ഒരു ഫിലിം. ആൻഡ് ആ ഫിലിം നമുക്ക് ഇപ്പം ഇഫ് ആസ് എ ഫ്രഷ് ഡയറക്ടർ ഞാനും ജിത്തോ പുതിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത് അങ്ങനെയല്ലേ, ഇത് നമുക്കിപ്പം ലൈക്ക് വി ഹാവ് എ സേ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ സിനിമ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അതുപോലെ ഈ സൂക്ഷ്മദർശിനിയും മദ്രോത്സവമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭ്രമയുഗം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റോട് കൂടി ചേർത്താണ് ആളുകൾ അതിൻ്റെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ, അതിൻ്റെ ഒരു മ്യൂസിക്കൽ സ്കേപ്പ് ഒക്കെ ആലോചിക്കുന്നത്. അപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു പടമാണ്. മലയാളത്തിൽ ആദ്യത്തെ ഹാലോവിൻ റിലീസ് പോലെയൊക്കെ ഒരു അനൗൺസ്മെൻ്റ് ആണ് വരുന്നത് കേൾക്കുന്നു. പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ, ക്രിസ്റ്റോ, എന്താ അതുകൂടി പറഞ്ഞോ? ഹൊററാണ്, രാഹുലേട്ടൻ ഹൊററേ ചെയ്യുള്ളൂ. അപ്പോൾ ഹൊറർ പടമാണ്. കൂടുതൽ എന്താ, ഞാനും എൻ്റെതായ രീതിയിൽ മാക്സിമം പുതിയ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. നോക്കാം, കണ്ടറിയാം. ഞാൻ കൂടുതൽ ഹൈപ്പ് ഒന്നും തരുന്നില്ല. ഈ ഹൊററിൽ ഈ മ്യൂസിക് കോമ്പോസിഷൻ വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഇതിൻ്റെ BG ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൊറർ എന്ന് പറയുന്നത് ഇരിക്കുന്ന ഒരു എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഈ പറയുന്ന ഹോളിവുഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സാധനമാണല്ലോ. ഇപ്പം ഹൊറർ ഫിലിം എന്ന് പറയുമ്പോൾ അതിനെ ഒരു റീജിയണൽ ജോണറായിട്ട് ആരും പരിഗണിക്കില്ലല്ലോ. എല്ലാ ഭാഷകളിലും വരുന്ന എല്ലാ തരം സക്സസ് ഉള്ള സിനിമയായിട്ടാണല്ലോ ഒരു കമ്പാരിസണൊക്കെ വരിക. അതിൻ്റെ മ്യൂസിക്കൽ ട്രാക്കും ഇതും വരുന്ന സമയത്ത് അത് ഭയങ്കര അഡ്വഞ്ചറസ് ജേണിയാണോ? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ മ്യൂസിക് കമ്പോസർ ആവണം അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരു ആളാവണമെന്ന് തീരുമാനിക്കുന്ന പോയിന്റിൽ ഞാൻ ഹൊറർ സിനിമകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പ്രാധാന്യമുള്ള സിനിമകൾ കണ്ട് വന്നിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരാളാവണമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ഭ്രമയുഗം ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ് ഭ്രമയുഗം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ ഹൊറർ ആയതിൻ്റെതായ ഒരു ഹൈ എപ്പോഴും ഹൊറർ പടം ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ മാക്സിമം ഓരോ പീസ് ചെയ്യുമ്പോഴും ഞാൻ സ്റ്റുഡിയോയിലിരുന്ന് പേടിക്കാറുണ്ടോ, പുറത്തിറങ്ങാൻ ഞാൻ പേടിക്കാറുണ്ടോ എന്നുള്ള പോയിന്റ് വരെ ഞാൻ പണിയെടുത്തിട്ട് പേടിച്ച് വീട്ടിലോട്ട് രാത്രി പോകുന്ന ഒരു പോയിന്റിലാകുമ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും. അതാണ് ഹൈ. അതാണ് ഓക്കെ. എനിക്ക് പേടി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓഡിയൻസിന് അതിന് പേടി അല്ലെങ്കിൽ അതിനൊരു ഹൈ കിട്ടും. അപ്പം ഭ്രമയുഗത്തിലോട്ട് വരുവാണെങ്കിൽ ഭ്രമയുഗത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസ് വാട്ടർഫോളിന്റെ ഒരു ഷോട്ട് ഉണ്ട്. അതാണ് ആ സീക്വൻസിലാണ് ഒരു ഹെവി മ്യൂസിക് പടത്തിൽ വരുന്നത്. ആ പീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹൈ കിട്ടി. അന്ന് രാത്രി ഹാപ്പി ആയിട്ട് കിടന്ന് തുടങ്ങി. പിറ്റേ ദിവസം കൊടുമൻ പോറ്റിയുടെ ഇൻട്രൊഡക്ഷൻ, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, രാഹുലേട്ടൻ്റെ റെഫറൻസിൽ ആക്ച്വലി രാഹുലേട്ടനെ വെച്ച ഒരൊറ്റ ഇൻസ്ട്രുമെന്റിൽ ഒരു ഭയങ്കര ക്ലാസ് ഓഡിയൻസിന് പറ്റിയ ഒരു രീതിയിലായിരുന്നു അത് പ്ലേസ്ഡ് ആയി വെച്ചത്. പിന്നെ എന്നെ സംബന്ധിച്ച് മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ അത് എനിക്ക് പൊളിക്കണം, പക്ഷെ അതിന്റെ ക്ലാസ് സൈഡ് പോവാനും പാടില്ല എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ അതിലിരുന്ന് പാടുന്നത്. അതെ, മാസും ക്ലാസ്സും കൂടി മിക്സ് ചെയ്ത് ഒരു പരിപാടി കിട്ടി. അന്നും ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ഹൊറർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെയാണ്. പേടിപ്പിക്കുമ്പോഴും കിട്ടുന്നൊരു സുഖം. എനിക്ക് ഭ്രമയുഗം ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കാണ്. അതിനാണ് മന്ത്രവാദിക്ക് മാസം കൊടുത്തത്. ദുർമന്ത്രവാദിക്ക് മാസം കൊടുക്കണം, മന്ത്രവാദിയാണ്. വെരി ഗുഡ് കോൾ. ചിദംബരത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു തുടർ ജേണി ഉണ്ട്, അതിൻ്റെ ഒരു തുടർ യാത്ര. കമൽഹാസൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്യുന്നു, അത് ഇൻട്രാക്റ്റീവ് സെഷനായി മാറുന്നു.
അദ്ദേഹത്തിന് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ ചിദംബരം ഗസ്റ്റ് ആവുന്നു. ഒരു ഒരു ഭാഷയ്ക്ക് അതീതമായ ഒരു ഇൻട്രാക്ഷൻസും ഡിസ്കഷനും വരുവാണല്ലോ. ഒരു മലയാളി ഫിലിം മേക്കർക്ക് ഇവിടെ ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള ഒരു സക്സസ് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ഒരു ഉള്ളടക്കത്തിന്റെ മികവിൽ ഏതൊക്കെ ദൂരം പോകാം എന്നുള്ളതിന് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത പോലെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് പേഴ്സണലി ആ തരത്തിൽ കിട്ടിയ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു? ഒരു നമ്മളിപ്പം പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയുന്ന പോലെ ഒരു പാൻ ഇന്ത്യൻ ജേണി ഉണ്ടല്ലോ ചിദംബരത്തിന്. Manjumal, of course, Manjumal has done a lot to my life personally and professionally, and because Manjumal എനിക്ക് തരുന്ന ധൈര്യം എന്ന് വെച്ചാൽ to dream even bigger, to make even bolder and bigger films, to tell more stories, and അതാണ് എനിക്ക് തരുന്ന ധൈര്യം. And it has obviously opened a lot of doors to me, and അപ്പം as a creator and നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിലും and as ഒരു ക്രിയേറ്റീവ് അസോസിയേഷൻ ആണെങ്കിലും it has opened a lot of, and basically Manjumal gave me a passport, to be honest. That's it. വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. അപ്പം ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് ആനിമെ അല്ലെങ്കിൽ വെബ്ടൂൺ അങ്ങനെയുള്ള കണ്ടന്റുകളിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ AI കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുമോ അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേഷൻസിനോ? അല്ലെങ്കിൽ ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന കണ്ടന്റ് ഇപ്പോൾ അവർ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഗ്രോ ചെയ്യുന്ന സമയത്ത് AI കണ്ടന്റുകൾക്കും വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ടോ? Animation and cartoons, and I think India is in a very embryo stage in that. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഫ്രഷ് മൈൻഡ്സ്, ഫ്രഷ് ക്രിയേറ്റേഴ്സ്, ഫ്രഷ് ക്യാരക്ടർ ഡിസൈനേഴ്സ്, ഫ്രഷ് സ്റ്റോറീസ് അതെല്ലാം ആദ്യം വരണം. ദെൻ വി ക്യാൻ ബ്രിങ് ഇൻ ദി AI, I think. സോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഡിസ്കഷനിൽ തന്നെ ഇപ്പം AI പല നമ്മുടെ റിയൽ ലൈഫ് യൂസ് കേസസിലും ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്ഷൻ ആസ്പെക്റ്റിൽ ഒരു ഫിലിം മേക്കർ, ഒരു പുതിയൊരു ഫിലിം മേക്കർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. നാളെ ശരിക്കും നമുക്ക് AI വെച്ച് പല സാധനങ്ങളും ബിൽഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ലിമിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുമോ? ഐ എം നോട്ട് സെയിങ് അബൌട്ട് വെരി റീസെൻറ്റ് ടൈം അല്ലെങ്കിൽ വെരി നിയർ ഫ്യൂച്ചർ, ബട്ട് ഓവർ എ ടൈം പീരീഡ് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? പ്രൊഡക്ഷനായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസും കൊണ്ട് കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? വളരെ തുറಸಿ മനീഷേട്ടന് പറയാട്ടോ. ഉഴപ്പാനുള്ള സാധ്യത അല്ല, AI ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും പ്രൊഡക്ഷനോട് നമ്മൾ മല്ലടിച്ചിട്ട് നമുക്ക് എന്താ ഒരു ക്രെയിൻ വേണമെങ്കിലും ജിപ്പ് വേണമെങ്കിലും അത് നമ്മൾ എപ്പോഴും മല്ലിട്ടോണ്ടിരിക്കുന്നത്. അത് പാർട്ട് ഓഫ് ദ പ്രോസസ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ പറയാം നമുക്കിത് AI 5000 രൂപയ്ക്ക് തീരുമല്ലോ എന്നവർ ചോദിക്കാം. അപ്പം നമ്മളത് 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് തീർക്കാൻ പറ്റൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആ ചോദ്യത്തിലുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് VFX ചെയ്യുന്നതാണോ നല്ലത് അല്ലാതെയാണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കോസ്റ്റ് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസ്കഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു 150 to 200 ഇടയിൽ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പം ഒരു 15 പടത്തോളം ഈ പറയുന്നതിൻ്റെ കോസ്റ്റ് എല്ലാം സേവ് ചെയ്ത് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ നിന്നാണ് ഇപ്പം നേരത്തെ മഞ്ഞുമലൊക്കെ പോലുള്ള ഒരു ഓൾ ടൈം ടോപ്പ് ഗ്രോസർ പോലത്തെ ഒരു പടം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് ആ തർക്കം എല്ലാ നിലയ്ക്കും അതിപ്പോ ഇല്ലാത്ത കാലം മുതൽ ഉള്ളതും തുടരാൻ സാധ്യതയുള്ളതുമാണ്. അല്ല, അത് എന്തായാലും ഉണ്ടാവും. ലൈക്ക് എനിവേസ് ഇഫ് യു സബ്മിറ്റ് ആ ബജറ്റ് കീറി മുറിച്ച് അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇത് AI ചെയ്യാലോ, ഇത് ഇത്രയല്ലേ ഉള്ളൂ, അതെന്തായാലും ആ കോൺവെർസേഷൻ വിൽ കം അപ്പ്. പടം പ്രൊഡ്യൂസ് ചെയ്താണെന്നുള്ള സംശയത്തിന് വേണമെങ്കിൽ അത് ആൻസർ ചെയ്യാം. കമ്പനി ലോട്ട് ഓഫ് കുറച്ച് VFX കമ്പനി ഇപ്പൊ ബാക്കി കുറെ VFX കമ്പനി പൂട്ടിപ്പോയി. ഇതിനു മുമ്പത്തെ ഷിഫ്റ്റ് പറഞ്ഞാൽ കൊടാക്ക് എന്ന് പറഞ്ഞ വലിയ കമ്പനി ബാങ്ക്രപ്റ്റ് ആയി പോയി. കാരണം അവരാണ് സിനിമ ഭരിച്ചുകൊണ്ടിരുന്നത്. സൺ ഡിജിറ്റൽ വന്നപ്പോൾ കൊടാക്ക് നിന്നുപോയി. അപ്പൊ കൊടാക്ക് പോലത്തെ കമ്പനി വന്നു, അതുപോലെ ഡീനക്, അങ്ങനെയുള്ള വലിയ VFX കമ്പനീസ് കം ടു എ ഹോൾട്ട്. അപ്പം ഇറ്റ്സ് എ ടൈം ഫോർ എ ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ്, ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ, ബട്ട് ഇറ്റ് വോണ്ട് ബി ആൻ ഈസി ഷിഫ്റ്റ്. താങ്ക് യു ചിദംബരം, താങ്ക് യു ക്രിസ്റ്റോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇതൊരു ക്രിയേറ്റീവ് ഇൻട്രാക്ഷൻ ആയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യതയായി മാറട്ടെ.